വിഷം കഴിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കഠിനംകുളം കൊലപാതക കേസ് പ്രതി ജോൺസൺ ഔസേപ്പ് ഇന്ന് ആശുപത്രി വിടും. ഡിസ്ചാർജ് ആയ ശേഷം പ്രതിയെ കഠിനംകുളത്തേക്ക് കൊണ്ടുപോകും. ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന കോട്ടയം കുറിച്ചിയിലെ വീട്ടിൽ നിന്നാണ് ജോൺസനെ പോലീസ് പിടികൂടിയത്. കോട്ടയത്ത് നിന്ന് ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ അതീവ ക്രൂരകൃത്യം നടത്തിയ ഒരാളാണ് ഇയാൾ. അതിനുശേഷമാണ് താൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പോലീസിനെ അറിയിക്കുന്നതും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതും ഒക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാവും ഇയാൾ ആശുപത്രി വിട്ടാലുള്ള പോലീസ് നടപടികളൊക്കെ? സേതു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കോട്ടയം ചിങ്ങവനത്ത് നിന്നും ഈ പ്രതിയെ, കഠിനംകുളം കൊലപാതക കേസിലെ പ്രതിയെ പോലീസ് പിടികൂടിയത്. അതിനുശേഷം അയാൾ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പ്രതിയെ പരിശോധിച്ച് വന്നിരുന്നത്. 48 മണിക്കൂർ നിരീക്ഷണത്തിലായിരുന്നു പ്രതി. ഇന്ന് ആ നിരീക്ഷണ കാലാവധി അല്ലെങ്കിൽ ആ ഒരു സമയം പൂർത്തിയാകുന്നതോടുകൂടി ഡിസ്ചാർജ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ കാര്യത്തിലൊരു അവസാന തീരുമാനമുണ്ടാവുക. എപ്പോഴായിരിക്കും ഡിസ്ചാർജ് ഉണ്ടാവുക എന്ന കാര്യത്തിലുള്ള തീരുമാനമുണ്ടാവുക. എന്തായാലും ഇന്ന് തന്നെ നിലവിൽ പ്രതി ജോൺസൺ ഔസേപ്പിനെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പോലീസ് അടക്കം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഉടനെ തന്നെ പ്രതിയെ കഠിനംകുളത്തേക്ക് കൊണ്ടുപോയി ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് അടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് തയ്യാറായിരിക്കുന്നത്. നിലവിൽ കഠിനംകുളം പോലീസ് ഉദ്യോഗസ്ഥരടക്കം കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയായ ഉടൻ തന്നെ കഠിനംകുളത്തേക്ക് കൊണ്ടുപോകും. നിലവിൽ കോട്ടയത്ത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊന്നും ഉണ്ടാവുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്നുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കാരണം ഈ ജോൺസനെ പിടികൂടിയ അന്ന് വൈകിട്ട് തന്നെ നേരെ മജിസ്ട്രേറ്റ് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കൊണ്ട് മൊഴിയെടുക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ, നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഠിനംകുളം പോലീസും കൂടി സ്ഥലത്തെത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് ആശുപത്രിയിൽ വെച്ച് തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ജോൺസൺ പറഞ്ഞിരിക്കുന്ന മൊഴി അനുസരിച്ച് നിലവിൽ ഈ ആതിരയുമായിട്ട്, വെഞ്ഞാറമൂട് സ്വദേശിയായിട്ടുള്ള ആതിരയുമായിട്ട് നേരത്തെ മുതൽ തന്നെ അടുപ്പത്തിലായിരുന്നു തങ്ങൾ എന്നും, ഒപ്പം ആതിരയെ തന്നോടൊപ്പം ജീവിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ ആതിര അതിന് വിസമ്മതിച്ചതാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന രീതിയിലുള്ള മൊഴിയാണ് പ്രധാനമായിട്ടും ജോൺസൺ പോലീസിനും മജിസ്ട്രേറ്റിനും മുൻപിൽ നൽകുകയുണ്ടായത്. നിലവിൽ ഈ 20-ാം തീയതിയാണ് ഇത്തരത്തിൽ ആതിരയുടെ വീട്ടിലേക്ക് എത്തിയത്. കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വീട്ടിലേക്ക് എത്തിയത്. കത്തി കയ്യിൽ കരുതിക്കൊണ്ടായിരുന്നു ജോൺസൺ ആ വീട്ടിലേക്ക് ചെന്നത്. ആതിരയുടെ ഭർത്താവും കുട്ടിയും വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും കത്തി ഒളിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ആതിരയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിലാണ് കൊലപാതകം നടത്തിയത് എന്ന രീതിയിലുള്ള മൊഴിയും പ്രതി ജോൺസൺ പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആതിരയുടെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തിയിറക്കിയായിരുന്നു ആ ഒരു ക്രൂര കൊലപാതകം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവെടുപ്പ് നടപടികൾ ഇതിനുശേഷമായിരിക്കും, അടുത്ത ദിവസത്തോട് കൂടിയിട്ടായിരിക്കും ആരംഭിക്കുന്നുണ്ടാവുക പോലീസ്. നിലവിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കോട്ടയം കുറിച്ചിയിലെ വീട്ടിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഈ ജോൺസൺ പിടിയിലായത്. ഈ വീട്ടിലായിരുന്നു കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി മുതൽ ഈ വർഷം ജനുവരി 7-ാം തീയതി വരെയുള്ള 1 മാസ കാലയളവിൽ ഹോം നേഴ്സായിട്ട് ഈ ജോൺസൺ ജോലി ചെയ്തിരുന്നത്. തുടർന്ന് ജനുവരി 7-ന് മടങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 9-ാം തീയതി തിരിച്ചെത്തി വസ്ത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ എത്തും 9-ാം തീയതി എന്നുള്ള വിവരം വീട്ടുകാർക്കോട് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 9-നൊന്നും തന്നെ അയാൾ അവിടെ വന്നിരുന്നില്ല. തുടർന്നാണ് ഈ കൊലപാതകം നടക്കുന്നത്. തുടർന്ന് ഈ കൊലപാതകത്തിന്റെ വാർത്ത TV-യിൽ കണ്ട് ജോൺസനെ തിരിച്ചറിഞ്ഞിരുന്നു വീട്ടുകാർ. തുടർന്ന് അയാൾ കഴിഞ്ഞ ദിവസം ആ കുറിച്ചിയിലെ വീട്ടിലെത്തിയപ്പോൾ കൃത്യമായിട്ട് ആ വീട്ടുകാരുടെ സംയോജിതമായിട്ടുള്ളൊരു ഇടപെടലുണ്ടായി. അവർ കൃത്യം പോലീസിനെ ഈ വിവരം അറിയിച്ചു. തുടർന്ന് ചിങ്ങവനം പോലീസ് പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തിക്കൊണ്ട് ആ പ്രതിയെ പിടികൂടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഈ വീട്ടുകാരുടെ പ്രതികരണം അടക്കം ഇന്നലെ നമ്മൾ തേടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിലൊരു മാനസിക അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലൂടെ ഒന്നും ആയിരുന്നില്ല ജോൺസൺ ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ കൊലപാതകം നടത്തും എന്നുള്ള ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല എന്നും വീട്ടുകാർ നമ്മളോട് പ്രതികരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരുടെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ പ്രതിയെ കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ആ കേസിന് അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ തുടർ നടപടികൾ പോലീസിൽ സ്വീകരിക്കുന്നുണ്ടാവും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ കഠിനംകുളത്തേക്ക് ജോൺസനെ മാറ്റാൻ സാധിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ഗോകുൽ, ശരി.